നമസ്കാരം. രാജ്യം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഹരിയാനയിലേക്കാണ്. അതിന് മറ്റ് കാരണങ്ങളൊന്നും തന്നെയില്ല. രണ്ടുപേർ പുതുതായി കോൺഗ്രസിലേക്ക് കയറിയിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ KC വേണുഗോപാൽ അവർക്ക് അംഗത്വം കൊടുക്കുകയും ചെയ്തു. മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിനേഷ് ഫോഗട്ടും അതോടൊപ്പം തന്നെ ബജ്രംഗ് പുനിയയുമാണ് ഇപ്പോൾ പുതുതായി കോൺഗ്രസിലേക്ക് ഹരിയാനയിൽ നിന്ന് കയറിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത നമുക്കറിയാം. അവർ രണ്ടുപേരും നമ്മളുടെ അഭിമാനങ്ങളായ കായിക താരങ്ങളാണ്. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരെന്തുകൊണ്ട് BJPയിൽ വിട്ടിട്ട് അല്ലെങ്കിൽ BJPയിലേക്ക് പോകാതെ കോൺഗ്രസിലേക്ക് തന്നെ വന്നു? അതായത് നമുക്കറിയാം, അവിടുത്തെ സൈനി പറയുകയുണ്ടായി, ഇത് എൻ്റെ മകളാണ്, ഞങ്ങളുടെ ഹരിയാനയുടെ മകളാണ്, പുത്രിയാണ് വിനേഷ് ഫോഗട്ട് എന്ന്. വിനേഷ് ഫോഗട്ട് പാരീസിൽ നിന്ന് ആ ഒളിമ്പിക്സിൽ ദയനീയമായി പുറത്താക്കപ്പെട്ട് അയോഗ്യത കൽപ്പിക്കപ്പെട്ട് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ വലിയ വായിൽ പറഞ്ഞതാണ്, ഇത് ഞങ്ങളുടെ മകളാണ് എന്ന്, അല്ലേ? എന്നാൽ കുറച്ചു കാലത്തിന് മുമ്പുള്ള ചില സന്ദർഭങ്ങളിലേക്ക്, ഏകദേശം ഒരു വർഷത്തിന് മുൻപുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ മകളെ ബജ്രംഗ് പുനിയയെയും അതോടൊപ്പം വിനേഷ് ഫോഗട്ടിനെയും തെരുവിലിട്ട് വലിച്ചിഴച്ച് മർദ്ദിക്കുകയായിരുന്നു BJPയുടെ സർക്കാർ. അതിന് മറ്റൊന്നുമല്ല കാരണം, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ, ആ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കാരണം, അങ്ങേര് കാണിച്ച തെമ്മാടിത്തരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗുസ്തി താരങ്ങൾ അന്ന് തെരുവിലിറങ്ങി അടികൊണ്ടത്. റോഡിലൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. എന്നിട്ടിപ്പോൾ ഇവരെ രണ്ടുപേരെയും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് വിനേഷ് ഫോഗട്ടിനെയും ബജ്രംഗ് പുനിയയ്ക്കും അംഗത്വം പാർട്ടിയിൽ കൊടുത്തത്. ഇവർ സ്ഥാനാർത്ഥികളാകും, ഇവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്യും ഓരോ മണ്ഡലങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ ഇപ്പം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ആള്, നമ്മൾ ആരും മറന്നിട്ടില്ല ആ പേര്. ഗോണ്ട എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് വന്ന അന്നത്തെ MP കൂടിയായിരുന്നു ഇദ്ദേഹം. അതേ ഇപ്പോൾ പറയുന്നത്, ഇവര് മത്സരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ BJP സ്ഥാനാർത്ഥി മാത്രം മതി ഇവരെ പരാജയപ്പെടുത്താൻ. അതായത് വിനേഷ് ഫോഗട്ടിനെയും ബജ്രംഗ് പുനിയയെയും പരാജയപ്പെടുത്താൻ നിസ്സാരന്മാരായ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി മാത്രം മതി എന്നാണ്. അവർ വിചാരിച്ചാൽ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയും, നിലംപരിശാക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവർ ഇതുവരെ നേടിയെടുത്ത സൽപ്പേര് ഇതോടുകൂടി ഇല്ലാതെയാകും. കാര്യം അവർ നിൽക്കുന്ന കോൺഗ്രസിലാണല്ലോ. അവർ കോൺഗ്രസിൽ കയറി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവരുടെ സൽപ്പേര് നഷ്ടപ്പെടും. ഇതുവരെ അവരുണ്ടാക്കി വെച്ച നല്ല പേരുകളെല്ലാം അവിടെ കൊഴിഞ്ഞു വീഴും. അവർ BJP ആയാലേ ഇത് സംഭവിക്കൂ. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗേ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചതാണ്, അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. കർഷകർ പോലും ഇവർക്ക് വേണ്ടി സമരത്തിരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണത്. അപ്പോൾ അങ്ങനെ ഇവരെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്യും. ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പിന്തുണയോടുകൂടി മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഈ രണ്ടുപേരും അവിടെ ജയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ബ്രിജ്ഭൂഷൺ മറന്നു പോകുന്നു. തന്നെ പ്രചാരണത്തിനിറക്കിയാൽ, അതായത് BJP നേതൃത്വം ബ്രിജ്ഭൂഷണെ ഇതിന്റെ പ്രചാരണത്തിനിറക്കിയാൽ അവർക്കെതിരെ ശക്തമായ പ്രചരണം നടത്താൻ തയ്യാറാണ് താൻ എന്നാണ് ബ്രിജ്ഭൂഷൺ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരങ്ങളെ പോലും ലൈംഗികമായി പീഡിപ്പിച്ച ഒരു നരാധമനാണ് ഈ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് ദുഷ്ടത്തരം നമ്മുടെ ഇന്ത്യയിലെ കായിക താരങ്ങളോട് കാട്ടിയ ഒരാളാണ് ഇത്. എന്നിട്ടാണ് ദേശീയതയും ഭാരത സ്നേഹവും ഒക്കെ വിളമ്പിക്കൊണ്ട് ഇവർ തെക്ക് വടക്ക് നടക്കുന്നത്. അവര് മാത്രം മതിയാകും. ഈ രണ്ടുപേരുടെ പേരിൽ കൊണ്ട് മാത്രം ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടി ജയിച്ചു കയറും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. BJP അവിടെ നിലംപരിശായി പോകും. അതിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്നല്ല, ഇനി ആര് വന്നിരുന്നാലും അത് തന്നെയായിരിക്കും സംഭവിക്കുക. ഇതിലൊന്നും ഒരു വലിയ മാറ്റമൊന്നുമില്ല. കാര്യം പുതിയതായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹമാണ് ഇപ്പം ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? ആ സമരമുള്ളത് കാരണമാണ് ഇന്ത്യക്ക് കിട്ടേണ്ട മെഡലുകൾ ഒക്കെയും കിട്ടാതെ പോയത് എന്ന്. എന്താ അല്ലേ? ഭയങ്കര രസകരമായ ഒരു വാക്കുകളായിപ്പോയി. ഇത് അടുത്ത സമയത്ത് പറഞ്ഞ ഒരു വാക്കുകളാണ്. അതായത് ആ സമരം നടന്നുകൊണ്ട് ഇന്ത്യക്ക് നഷ്ടമായത് 6 മെഡലുകളാണ്. കാര്യം മറ്റു കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിഞ്ഞില്ല ഈ സമരം നടന്നുകൊണ്ട്. അപ്പോഴും എന്തുകൊണ്ട് ഈ സമരം നടന്നു എന്നതിനെ കുറിച്ചല്ല അദ്ദേഹം വാചാലനാവുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തേണ്ട പരാമർശമായിരുന്നു ഇത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അതായത് ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്ന 6 മെഡലുകൾ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരമാണത്രേ. ഒന്നാലോചിച്ച്, വേറെ ഒന്നുമില്ല. അന്ന് പി ടി ഉഷ പറഞ്ഞത് നമുക്കറിയാം. പി ടി ഉഷ പറഞ്ഞത് എന്താണ്? ഈ സമരം ഇന്ത്യയുടെ പ്രതിച്ഛായയെ തകർക്കും ലോകരാജ്യങ്ങളുടെ മുന്നിൽ. അപ്പോഴും സമരം പ്രതിച്ഛായ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമരത്തിന് എന്താണ് കാരണം എന്ന് പി ടി ഉഷ പോലും തിരക്കാതെ പോയി, അന്വേഷിക്കാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജന്തർ മന്ദറിൽ സമരം നടത്തുന്ന കായിക താരങ്ങളെ കാണാനായി എത്തിയപ്പോൾ പി ടി ഉഷയെ അവർ കൂകി ആട്ടിപ്പായിച്ചത്. അത്രയൊക്കെ അവർ അർഹിക്കുന്നുള്ളൂ. സത്യത്തിൽ ഇന്ത്യയുടെ വലിയ കായിക താരമൊക്കെയാണ്, കാര്യം ശരിയാണ്. പക്ഷെ ചില ആശയങ്ങൾ തലക്കി പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതൊക്കെ ഏതൊരു മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായി പോവും, പറയുന്നതൊക്കെ യാന്ത്രികമായി പോവും. അതുതന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ പി ടി ഉഷയ്ക്ക് ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടി വന്നത്. യമുനയിൽ ഒഴുക്കാൻ തീരുമാനിച്ചതാണ് അവർക്ക് കിട്ടിയ മെഡലുകളെല്ലാം കൂടി. പിന്നീട് അനുനയ നീക്കമൊക്കെ നടത്തിയിട്ടാണ് ഒടുവിൽ അവരിൽ ആ സമരത്തിൽ നിന്ന് അവരെ പിൻവലിച്ചത്. അത്രത്തോളം അവർ കഷ്ടപ്പെട്ടു. സ്വന്തം കഷ്ടപ്പെട്ട് നേടിയ മെഡലുകളൊക്കെ തന്നെയും യമുനയിലേക്ക് ഒഴുക്കാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അവരെത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയും കഷ്ടപ്പാട് സഹിച്ച് രാജ്യത്തേക്ക് മെഡലുകൾ കൊണ്ടുവന്ന അഭിമാന താരങ്ങളെ ഒടുവിൽ നമ്മുടെ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന നരാധവൻ വിളിച്ചത് ഓട്ടക്കാലണകൾ എന്നാണ്. അവർ കൊണ്ടുവരുന്ന മെഡലുകൾക്ക് വിലയില്ലാത്ത മെഡലുകളാണ് അവർ കൊണ്ടുവരുന്നത് എന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിച്ച ഒരാളാണ്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ആ നിൽക്കുന്ന ബജ്രംഗ് പുനിയെയും ഈ പറയുന്ന വിനേഷ് ഫോഗട്ടിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി പാർട്ടി പറഞ്ഞാൽ പ്രചരണത്തിനിറങ്ങാൻ തയ്യാറാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ? ഇവർ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ കോൺഗ്രസ് മത്സരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് വാരണാസിയിൽ എന്താ സംഭവിച്ചത്? ഞെക്കി മൂളി അമക്കി എങ്ങനെയോ ജയിച്ചു അല്ലേ? എന്നിട്ട് ഏറ്റവും കൂടുതൽ മന്ത്രിസഭ രൂപീകരിച്ച് എങ്ങനെയാണ്? അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന, തങ്ങളുടെ സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധമായി പോലും നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് ഇതിനകത്തേക്ക് മന്ത്രിസഭയിലേക്ക് കൊണ്ടിട്ട് അവരെ അനുനയിപ്പിച്ച് തേച്ച് തലോടി ഉമ്മ വെച്ച് എണ്ണ തേൽപ്പിച്ചു കൊണ്ട് നിർത്തിയത് കൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ച് നരേന്ദ്രമോദിക്ക് വീണ്ടും പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു. അതല്ലേ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് കോൺഗ്രസിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലെ കോൺഗ്രസ് പാർട്ടിയിൽ കയറിയത് കൊണ്ട് അവരുടെ ഉള്ള നല്ല പേര് കൂടി പോകുമെന്ന്. എന്ത് നല്ല കാര്യമാണ് ഈ പറയുന്ന ഹരിയാനയിൽ നിന്നുകൊണ്ട് BJP സർക്കാർ ചെയ്തത്? ഖട്ടർ എന്ത് ചെയ്തു അല്ലേ? അതിനുശേഷം വന്ന സൈനി എന്ത് ചെയ്തു? ഇവരൊക്കെ ചെയ്തു കൂട്ടി തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക സമരം, അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് BJPക്ക് അവിടെ ജയിക്കാൻ സാധിക്കുക? ജാട്ട് സമുദായം മുഴുവൻ നിങ്ങൾക്ക് BJPക്ക് എതിരല്ലേ ഇപ്പോൾ? ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് BJPക്ക് വീണ്ടും അവിടെ ജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പറയേണ്ടി വരുന്നത് അല്ലേ? ഈ വർഗീയത മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒടുവിൽ RSS അതിനെ മോഹൻ ഭഗവതിനെ പോലെ ഒരാൾ അതിനെ തിരുത്തി പറയുകയും തിരുത്തണം എന്ന് പറയുകയും ചെയ്തില്ലേ അല്ലേ? ഞാൻ ദൈവമാണ്, എൻ്റെ ജീവിതം ദൈവികമാണ്, ജൈവികമല്ല എന്ന് പറഞ്ഞു കിടന്ന പ്രധാനമന്ത്രിയെ നമ്മൾ ഓർക്കുന്നില്ലേ? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ ഈ പറയുന്ന പോലെ ഹിന്ദുക്കളുടെ എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ പച്ചവർഗീയത പ്രചരിപ്പിച്ച BJPയെ ഓർമ്മയില്ലേ? ഇവിടെ അവിടെ രാംലല്ല പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ചുറ്റുവട്ടത്തുള്ള റോഡ് ഒരുക്കാൻ വേണ്ടി ചുറ്റുവട്ടത്തുള്ള സകലമാന മനുഷ്യരെയും ഇരുട്ടിലേക്ക് വലിച്ചു തള്ളിയ BJP സർക്കാരിനെ ഓർമ്മയില്ലേ? ഇതൊക്കെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇവിടെ വർഗീയത പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ വോട്ട് നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബജ്രംഗ് പുനിയയ്ക്കും വിനേഷ് ഫോഗട്ടിനും നല്ലൊരിടമായി കോൺഗ്രസ് പാർട്ടിയെ അവർ തിരഞ്ഞെടുത്തത്. അവർക്ക് ഇനിയും മുന്നോട്ട് പോകണ കാര്യം എന്താണെന്നറിയാം? ഇതുപോലെ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്മാർ ഇനിയും ഉണ്ടാകും. സഞ്ജയ് സിംഗ്, ഇവിടെ അവരെ അറിയാമല്ലോ, സഞ്ജയ് സിംഗ് പറഞ്ഞത് ഇവർ കാരണമാണ് ഇന്ത്യക്ക് കിട്ടാനുള്ള 6 മെഡലുകൾ നഷ്ടമായത് എന്ന് അല്ലെ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വരത്തുന്ന കുറേയധികം ആളുകൾ വീണ്ടും ഈ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കായിക താരങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത, നമുക്കറിയാൻ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ സംഭവിച്ചത്. ഫരീദാബാദിൽ ഒരു ബാലനെ പശുമാംസം കൈവശം വെച്ചു എന്നാരോപിച്ച് കൊലപ്പെടുത്തി. ആ നാട്ടിൽ പശുക്കൾക്ക് കിട്ടുന്ന സംരക്ഷണം പോലും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല, സാധാരണക്കാർക്ക് കിട്ടുന്നില്ല. ഒരാളെ, ഒരു ആക്രിക്കച്ചവടക്കാരനായ ഒരാളെ അദ്ദേഹത്തിൻ്റെ കടയിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന സംസ്ഥാനത്താണ്. പശുവിൻ്റെ വില പോലും മനുഷ്യനില്ലാത്ത ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടുകൊണ്ട്, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ വായിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ്
ഇനിയും BJPക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക? ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു വന്ന വിനേഷ് ഫോഗട്ടിനെ പരാജയപ്പെടുത്തിയതിനും വിനേഷ് ഫോഗട്ടിനെ ഗോദയിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെയും പ്രധാന കാരണക്കാർ ഇവിടുത്തെ BJP തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിൽ ഹരിയാന സർക്കാരിനും പങ്കുണ്ട്. അപ്പോൾ ഈ നിലയിലെല്ലാം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് എങ്ങനെയാണ് ഇനി ഹരിയാനയിൽ മുന്നോട്ടൊരു യാത്രയുണ്ടാകുക? അതുകൊണ്ട് തീർച്ചയായും വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും തിരഞ്ഞെടുത്തത് ഏറ്റവും മികച്ച വഴി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.